ഇന്ന് നമ്മൾ കഥ എന്ന മൂവിയുടെ റിവ്യൂ ആണ് നോക്കുന്നത്. തുടക്കത്തിൽ തന്നെ ഒരു വലിയ ആശുപത്രിയാണ് കാണിക്കുന്നത്. ആ ആശുപത്രി ഉദ്ഘാടനത്തിൻ്റെ ദിവസമാണ്. നമ്മുടെ കഥയിൽ നായകൻ്റെ അച്ഛൻ ആരെയോ കാത്തു നിൽക്കുന്നതാണ് കാണുന്നത്. ഉടനെ നമ്മുടെ നായകൻ എത്തുകയാണ്. നായകനായി ഈ സിനിമയിൽ പൃഥ്വിരാജാണുള്ളത്. നായകൻ എത്തുന്നു. അമ്മയും അച്ഛനെയും കൂടി, അവൻ ഡോക്ടറായിട്ടാണ് നായകൻ എത്തുന്നത്. അവനെയും കൂട്ടി ഉദ്ഘാടിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുകയാണ്. അങ്ങനെ ഉദ്ഘാടനമെല്ലാം കഴിഞ്ഞ് നിന്ന് കഴിയുമ്പോഴേക്കുമാണ് ഒരു പടക്കത്തിൻ്റെ സൗണ്ട് നമ്മൾ കേൾക്കുന്നത്. പടക്കത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ കണ്ണ് തുറക്കുന്ന അച്ഛനെയും അമ്മയും ജനാർദ്ദനെയാണ് കാണുന്നത്. അപ്പോഴാണിത് സ്വപ്നമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. തൻ്റെ മകൻ എങ്ങനെയെങ്കിലും ഒരു ഡോക്ടറായി കാണണമെന്നായിരുന്നു അവരുടെ വലിയ ആഗ്രഹം. പിന്നെ നമ്മളെ കാണിക്കുന്ന ഒരു വലിയ വീടാണ്. ആ വീട്ടിൽ നമ്മുടെ അച്ചുമാമ പോയിട്ട് നമ്മുടെ നായകനായ നന്ദുവിനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നതാണ് കാണുന്നത്. പിന്നീട് എൻട്രൻസ് കിട്ടണം, പഠിക്കണം, നിങ്ങൾ ഇപ്രാവശ്യത്തെ എൻട്രൻസിലെങ്കിലും ജയിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നതാണ് നമ്മളത് കാണുന്നത്. ഇല്ല അച്ചുമാമേ, ഈ പ്രാവശ്യവും ഞാൻ പൊട്ടും എന്നൊക്കെയാണ് നന്ദു പറയുന്നത്. പിന്നീട് നന്ദു കൂട്ടുകാരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവരുമായി കമ്പനി കൂടുന്നു. രാത്രിയാകുമ്പോൾ റിസൾട്ട് അറിഞ്ഞ അച്ഛൻ അവനോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുന്നു. ദേഷ്യപ്പെടുന്നു. വെറുതെ പഠിപ്പിച്ചതെല്ലാം വെറുതെ ആവുന്നു, അങ്ങനെ ഇങ്ങനെയെല്ലാം പറയുന്നു. നന്ദു സങ്കടത്തോടെ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി എല്ലാവരോടും യാത്രയും പറഞ്ഞിട്ട് ഇറങ്ങുന്നു. അങ്ങനെ കൂട്ടുകാരുടെ അടുത്തെത്തിയ നന്ദു തൻ്റെ വിഷമങ്ങളെല്ലാം അവരോട് പറയുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അച്ചുമാമ അങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട്. അച്ചുമാമ അവനെ താക്കീത് ചെയ്യുന്നുണ്ട്. നല്ലപോലെ നീ എൻട്രൻസ് പാസ്സാവാഞ്ഞിട്ടല്ലേ അങ്ങനെയാണ്. അങ്ങനെ ഇരിക്കും നമ്മുടെ നന്ദൻ്റെ അച്ഛന് ഒരു ഫോൺ കോൾ വരികയാണ്. അച്ഛൻ്റെ ഒരു സുഹൃത്ത് ആണ് വിളിക്കുന്നത്. തൻ്റെ മകളെ നാട്ടിലേക്ക് അയക്കുകയാണ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ നായിക കഥാപാത്രം ഒരു കാറിൽ നിന്ന് ഇറങ്ങുന്നതായി കാണിക്കുന്നത്. അങ്ങനെ ക്ലോസപ്പിൽ നമ്മുടെ നായികേനെ കാണുമ്പോൾ നമ്മുടെ കാവ്യമാധവനാണ് അതിൽ നായികയായിട്ട് വരുന്നത്. അങ്ങനെ നായിക നമ്മുടെ നന്ദൻ്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അവിടെ എല്ലാവരും അവളെ നല്ല രീതിയിൽ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ വന്ന് പേരെല്ലാം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. മീര എന്നാണ് എൻ്റെ പേര് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി അവളോട് അകത്തേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞ് സ്വീകരിച്ച് പോവുകയാണ്. നന്ദൻ്റെ വീടാണെന്ന് അവൾക്കറിയില്ല, ആർക്കും അറിയില്ല. അങ്ങനെ ഫുഡ് കഴിക്കാനിരിക്കുന്നു. മീര പറയുന്നു എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചാൽ മതി, എന്നെ അച്ഛൻ അങ്ങനെയാണ് പഠിപ്പിച്ചതെന്ന് പറയുന്നു. അങ്ങനെ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുന്നു. അമ്മമ്മയുടെ കൂടെ മീര അമ്പലത്തിൽ പോകുന്നു. അച്ഛമാമയ്ക്ക് അങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തുന്നു. അങ്ങനെ നമ്മൾ നന്ദനെ വിളിക്കാൻ വേണ്ടിയിട്ട് മീര നന്ദൻ്റെ റൂമിലേക്ക് എത്തുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇടിച്ച് താഴെ വീഴുന്നു. പക്ഷെ അത് മീര ഒരു കളിതമാശ പോലെ അവൻ ഉന്തിയിട്ടതാണേ, ഓടി വരണേ, എൻ്റെ കൈ പോയെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മയും അമ്മേനെയെല്ലാം വിളിച്ചു വരുത്തുന്നു. പിന്നീട് അവർ നല്ല കമ്പനിയാവുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണെങ്കിലും ഇടയ്ക്ക് ലാസ്റ്റ് ആകുമ്പോഴേക്കും മീരയും നന്ദനും നല്ല കൂട്ടാവുന്നുണ്ട്. മീര പുറത്ത് ഓടാൻ പോകുമ്പോൾ രാവിലെ എഴുന്നേക്കാത്ത നന്ദൻ അങ്ങനെ മീരയുടെ പുറകെ എന്നാൽ പിന്നെ ഞാനും കൂടെ വരാമെന്നും പറഞ്ഞിട്ട് പുറകെ വരുന്നൊക്കെയുണ്ട്. അങ്ങനെ നന്ദൻ തൻ്റെ ഇഷ്ടം പറയാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് ഷോപ്പിൽ നിന്നും മീരയ്ക്ക് കൊടുക്കാൻ വേണ്ടി വാലൻറ്റൈൻസ് ഡേക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കുന്നുണ്ട്. അത് മീരയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിലോട്ട് ചെല്ലുകയാണ്. അങ്ങനെ ചെല്ലുമ്പോൾ മീര ചോദിക്കുന്നുണ്ട് അത് കയ്യിൽ എന്താണെന്ന്. അന്നേരം പറയുന്നു അത് പിറന്നാളിൻ്റെ ഗിഫ്റ്റാണെന്ന്. അതിനിടയ്ക്ക് മീരയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു. ഫോൺ കോളിനകത്തേക്ക് ആരാണെന്ന് കാണിക്കുന്നില്ല. അങ്ങനെ മീരയോട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറയുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ അടുത്ത കഥാപാത്രമായ ഗൗതമാണുള്ളത്. അതായത് മീരയുടെ ബോയ് ഫ്രണ്ടാണ് ഗൗതം. അങ്ങനെ ഗൗതവും മീരയും കൂടെ നമ്മുടെ നന്ദൻ്റെ ഫ്രണ്ട്സിൻ്റെയും നന്ദൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അവിടെ വെച്ച് ഗൗതം നമ്മുടെ നന്ദനെ കളിയാക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ മീരയ്ക്ക് വല്ലാത്ത സങ്കടമാകുന്നുണ്ട്. മീരയുടെ ഉള്ളിൽ നന്ദനോടൊരു ചെറിയ ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഗൗതമിൻ്റെ ഒപ്പം മീര പോകുന്നത് കണ്ട് നമ്മുടെ നന്ദൻ മറ്റു പെണ്ണുങ്ങളോട് സ്നേഹരീതിയിൽ സംസാരിക്കുകയാണ്. ഇത് മീരയ്ക്ക് പിടിക്കുന്നില്ല. മീര നന്ദനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഒരിടത്ത് പോയിരുന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കിലേക്കാണ് നമ്മുടെ ഗൗതം കടന്നു വരുന്നത്. ഗൗതം പറയുന്നു ഞാൻ നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല, കുറേ നേരമായി ഞാൻ ട്രൈ ചെയ്യുന്നു, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഗൗതമിൻ്റെ വീട്ടിലേക്ക് മീരയും നന്ദനും കൂടെ ചെല്ലുകയാണ്. അപ്പോൾ മീരനെ ഡ്രോപ്പ് ചെയ്തിട്ട് നന്ദൻ പോകാൻ ഒരുങ്ങുമ്പോൾ ഗൗതം പറയുന്നുണ്ട് പോവരുത്, അകത്ത് കയറിയിട്ട് പോകാമെന്ന്. അങ്ങനെ കയറിയ അവർ നന്ദനും മീരയ്ക്കും വേണ്ടിയിട്ട് കോഫിയും ഇതെല്ലാം ഓർഡർ ആക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഗൗതമും മീരയും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് നന്ദൻ കയറി ചെല്ലുന്നു. അപ്പോൾ നന്ദനെ ഇൻസൾട്ട് ചെയ്തിട്ട് പറഞ്ഞു വിടുന്നു ഗൗതം. അങ്ങനെയൊക്കെ നമ്മൾ നന്ദൻ്റെ വീട്ടിലേക്ക് വീണ്ടും ഒരു ഫോൺ കോൾ വരുവാണ്. നമ്മുടെ മീരയുടെ അച്ഛൻ നാട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ കോൾ. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അങ്ങനെ നമ്മുടെ മീരയുടെ അച്ഛൻ നാട്ടിലെത്തിയിരിക്കുകയാണ്. മീരയെ കണ്ടപാടെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. പിന്നെ തൻ്റെ കൂട്ടുകാരനോടുള്ള സ്നേഹപ്രകടനങ്ങളും വർത്തമാനങ്ങളും വിശേഷങ്ങളും എല്ലാം സംസാരിക്കുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കണം. അങ്ങനെ രാത്രിയാവുമ്പോൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നന്ദൻ്റെ അച്ഛൻ നന്ദൻ്റെയും മീരയുടെയും കല്യാണക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ അത് മീരയുടെ അച്ഛന് ഒട്ടും താല്പര്യമില്ല. ഈ എൻട്രൻസ് തോറ്റു കിടക്കുന്ന അവന് ഞാൻ എൻ്റെ മകളെ തരില്ല, അങ്ങനെയാണ് എൻ്റെ മകൾക്ക് ഞാൻ ഗൗതമിനെയാണ് കണ്ടുവച്ചേക്കുന്നതൊക്കെ എന്ന് പറയുന്നു.
മീരയോട് അപ്പം തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറയുന്നു. മീര സങ്കടത്തോടെ എല്ലാവരോടും യാത്ര പറഞ്ഞ് അച്ഛൻ്റെ കൂടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഹോട്ടലിലെ റൂം എടുത്ത മീരയുടെ അടുത്തേക്ക് ഗൗതം എത്തുന്നു. ഗൗതം ചോദിക്കുന്നുണ്ട്, നന്ദനെ നീ സ്നേഹിക്കുന്നുണ്ടോ, അങ്ങനെയാണോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. പക്ഷെ മീരയ്ക്ക് അതിനൊരു ഉത്തരമില്ലായിരുന്നു. മീരയുടെ ഉള്ളിൽ എന്നാലും നന്ദനോടൊരു ചെറിയ ഇഷ്ടം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഗൗതമും നന്ദനും കൂടെ കണ്ടുമുട്ടുകയാണ്. ഗൗതം നന്ദനോട് പറയുന്നുണ്ട്, ഇനി മീരേനെ കാണരുത്, മീര ഞാനുമായിട്ടുള്ള കല്യാണമെല്ലാം ഉറപ്പിച്ചതാണ്, ഇനി നീ ഗിഫ്റ്റ് കൊടുത്തതെല്ലാം ഞാൻ കണ്ടു, അതൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുകയാണ്. ഒരുപാട് നേരത്തെ സംസാരത്തിനൊടുവിൽ അങ്ങനെ നമ്മുടെ നന്ദനെ പറഞ്ഞുകൊണ്ട് ഇനി കാണരുതെന്ന് പറഞ്ഞ് ഗൗതം അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം നമ്മുടെ മീര നന്ദനെ അന്വേഷിച്ചെത്തുകയാണ്. മീര നന്ദനോട് സംസാരിക്കാൻ ഒരുപാട് തുനിയുന്നെങ്കിലും നന്ദൻ അതിൽ നിന്നെല്ലാം പിന്മാറുകയാണ്. അങ്ങനെ മീര ഇനി കാണില്ല എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് മീരയുടെ അച്ഛൻ ഹോട്ടൽ റൂമിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള വെയിറ്റർ ചാവി കൊടുക്കുന്നു. മകൾ റൂമിലില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നു. റൂമിലെത്തിയ അച്ഛൻ കാണുന്നത് എല്ലാം വലിച്ചു വാരി ഇട്ടേക്കുന്നതും അതിനിടയ്ക്ക് നമ്മുടെ നന്ദൻ കൊടുത്ത ഗിഫ്റ്റും കാണുന്നുണ്ട്. ഉടനെ പോലീസിനെ വിട്ട് നന്ദനെയും കൂട്ടുകാരെ എല്ലാം അടുപ്പിക്കുന്നു. മീര എവിടെയാണെന്ന് ചോദിക്കുന്നു, ഒന്നും അറിയില്ല. അങ്ങനെ നമ്മുടെ നന്ദൻ്റെ വീട്ടിലേക്ക് മീരയുടെ അച്ഛൻ വരികയാണ്. ഞാൻ ഇവിടേക്ക് വരില്ല എന്ന് വിചാരിച്ചതാണ്, പക്ഷേ എൻ്റെ മകൾക്ക് വേണ്ടി ഞാൻ വന്നു, എൻ്റെ മകൾ എവിടെയാണെന്ന് നീ പറയണം, എൻ്റെ മകളെ എനിക്ക് വേണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ നന്ദൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ മക്കളെയും എൻ്റെ മോനെയും നീ തല്ലിച്ചതച്ചില്ലേ ആളെ വിട്ടിട്ടെന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും നമ്മുടെ ഗൗതം അവിടെ എത്തുന്നുണ്ട്. ഗൗതമിനോട് കാര്യം പറയുന്നു. ഗൗതം പറഞ്ഞു അന്വേഷിക്കാമെന്ന്. അപ്പോഴാണ് നമ്മുടെ അച്ചുമാമ നമ്മുടെ മീരേനെയും കൊണ്ട് അവിടേക്ക് വരുന്നത്. അച്ചുമാമ പറയുന്നുണ്ട്, മീര വലിയ കുട്ടിയായതാണ്, മീരയ്ക്ക് നിങ്ങളെ പേടിയാണ്, അങ്ങനെയാണെന്നെല്ലാം പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഗൗതം പിന്നീടും കല്യാണക്കാരൻ തന്നെ എടുത്തിരുന്നുണ്ട്. ഇനി കല്യാണമായി 2 ദിവസം കഴിഞ്ഞ് കല്യാണമാണ്, നമുക്ക് ഹോട്ടൽ റൂമിൽ കാണാം, അങ്ങനെ പറഞ്ഞ് ഗൗതം അവിടെ നിന്ന് പോരുന്നു. ഇതിനിടയ്ക്ക് നമ്മുടെ നന്ദൻ്റെ അച്ഛനും മീരയുടെ അച്ഛനും കൂടെ സോറി പറയുന്നുണ്ട്. അങ്ങനെ മീരയും നന്ദനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് മീരയ്ക്ക് ഗൗതമിൻ്റെ കോള് വരികയാണ്. അങ്ങനെ ഗൗതം പറയുകയാണ്, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്, നിങ്ങൾ 2 പേരുമാണ് ചേരുന്നത്. നന്ദന് ഫോൺ കൊടുക്കാൻ വേണ്ടി പറയുന്നു. മീര നന്ദന് ഫോൺ കൈമാറുന്നു. നന്ദനോടും ഞാനിവിടെ നിന്ന് പോവുകയാണ്, നിങ്ങൾ തമ്മിലാണ് ചേരേണ്ടത്, ഞാനിവിടെ നിന്ന് പോകുന്നു എന്ന് പറയുന്നു. അങ്ങനെ ലാസ്റ്റ് മീരയും നന്ദനും കൂടെ ഒരു ബൈക്കിൽ ഇങ്ങ് വരുന്നതോടെ